ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു കക്കയിറച്ചി റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ വിരുന്നിന് പോയിട്ടുണ്ടായിരുന്നു, ആ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ കക്ക ആദിൽഖാൻ്റെ ഫ്രണ്ട് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലുതാണ്, അതുകൊണ്ട് ക്ലീൻ ആക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഷെല്ലും തന്നെ പെട്ടെന്ന് തന്നെ കിട്ടും. ഞാനിത് ഫസ്റ്റ് ടൈമാട്ടോ ഉണ്ടാക്കുന്നത്. ഉമ്മാരൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പിന്നെ ഇതാ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ സാധനം. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു അഴുക്കുണ്ടാവും, അതും കൂടെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പക്ഷേ എനിക്കെന്തോ അതൊരു വൃത്തിയായി കിട്ടും തോന്നണില്ല കേട്ടോ. പിന്നെ ഇത് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതായി കക്ക കഴുകിയ വെള്ളം നമ്മൾ ഒരിക്കലും കളയണ്ട. ഇത് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചെടുക്കാം. ഇനി ഇതായി കക്ക ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊരു പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ കക്ക കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള മസാലകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാനിൽ ഇതാ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇതുപോലെ നടച്ച് വെച്ചാൽ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും ഒന്നും വൃത്തികേടാവില്ല. പിന്നെ അത് അതിലേക്ക് തേങ്ങാക്കൊത്തും റെഡ് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർക്കാം. ഇനി ഇത് അതിലേക്കൊരു വലിയ സവാള ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് സവാളയ്ക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ആ പൊടികളുടെ ഒരു റോസ് സ്മെല്ലെല്ലാം പോയി കിട്ടണം. ഇനി ഒരൽപ്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതാ കക്കയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഒരു 8-10 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കക്കയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ അതാ അന്ന് നൈറ്റിൽ ഞങ്ങളുടെ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഐഷുവിടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നാത്തൂൻ്റെ മോളാണ്.
ഫുഡൊക്കെ സെർവ് ചെയ്ത് ടേബിളിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഫിഷാണ്, അതുപോലെ അഫ്ഗാനി മന്തി, പൊറോട്ട, നല്ല അടിപൊളി ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, വെള്ളപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ റൈസാണ് ഇട്ടെടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കഴിക്കാട്ടോ ഈ ഒരു അഫ്ഗാനി മന്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.